ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാകാണ് DA കുടിശ്ശിക. സമയാസമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാര് മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വേണം. ആ കാറ്റഗറിയെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് അവരുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്, ഞങ്ങളെടുത്ത തീരുമാനമല്ല. അത് എല്ലാ ബാധ്യതയാണ്. ഒന്നും ചെയ്തില്ല. ക്രൗഡ് ഫണ്ട് ഉണ്ടായിട്ടൊന്നും ഇത് ചെയ്തില്ല. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിലെ ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചികിത്സ. കാരണം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാറുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൽക്കാലം പിണറായി വിജയൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നലെ ബജറ്റൊക്കെ അവതരിപ്പിച്ച സതീശനെ പിണറായി ഒന്ന് ചൊറിഞ്ഞു. ബജറ്റിൽ ഒന്നുമില്ല എന്നാണ് പിണറായി പറഞ്ഞത്. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സതീശൻ തൻ്റെ വിശ്വരൂപം അങ്ങ് പുറത്തെടുത്തു. 25 വർഷം പിന്നിലാണ് കേരളം ഇപ്പോഴുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നത് കേരളത്തെ 25 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ. കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പണമുണ്ടാക്കും. ആ പണം കൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും. 5 പൈസ കയ്യിലില്ല, എന്നിട്ടും പഴയതുപോലെ ആവണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളിതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളോട് തന്നെ പറഞ്ഞതാണ്. ജനങ്ങളാണ് ഈ കസേരയിൽ കയറ്റി ഞങ്ങളെ ഇരുത്തിയത്. പിണറായി വിജയനോട് VD സതീശൻ പറയുന്നു, ഔചിത്യം വേണം. പിണറായി വിജയന്റെ പ്രതികരണം ഇന്നലെ VD സതീശൻ എടുത്തുകൊടുത്തു. LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ DA തീർത്തു കൊടുത്തിരുന്നു എന്നാണ് പിണറായി തട്ടിവിട്ടത്. കുടിശ്ശിക നൽകാനുള്ള തുക 5 ഗഡുക്കളായി നൽകുമെന്ന ഉറപ്പും നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചും ബജറ്റിൽ ഒന്നും പ്രത്യേകമായി പരാമർശിച്ച് കണ്ടില്ല എന്നാണ് പിണറായി വിജയന്റെ പ്രതികരണം. സമയാസമയത്ത് DA കൊടുക്കാതെ ഇത്രയധികം കുടിശ്ശിക വരുത്തിയത് കഴിഞ്ഞ സർക്കാരാണ്. 10 കൊല്ലം അധികാരത്തിലിരുന്നൊഴിഞ്ഞപ്പോൾ പുതിയ സർക്കാരിനോട് ചോദിക്കുകയാണ്, DA കുടിശ്ശിക കൊടുക്കുന്നില്ലേ? ഇതാര് വരുത്തിയ കുടിശ്ശികയാണ്? പോണ പോക്കിൽ ബജറ്റിൽ പറയുകയാണ് അടുത്ത കൊല്ലം കുടിശ്ശിക കൊടുക്കുമെന്ന്. ഇത്രയും വർഷക്കാലം കുടിശ്ശിക ഉണ്ടാക്കി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട, അല്പമെങ്കിലും ഔചിത്യം വേണ്ടേ? ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചോളും, ആരാണ് ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? 87,000 കോടിയുടെ കടം വരുത്തി വെച്ച് എന്നോട് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കേണ്ടതെന്ന്. അത് ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. 1 ഗഡു പോലും കുടിശ്ശിക വരുത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയായിരം കോടിയാണ് അടിച്ചു മാറ്റിയത്? എന്നിട്ട് ഉടുപ്പുണ്ടോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്ന VD സതീശൻ. അതെ, സതീശൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിളറി വിഷണ്ണനാകുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം കാണുന്നത്. ബജറ്റിനെക്കുറിച്ച് നമുക്ക് പലവിധ വിമർശനങ്ങളും ഉയർത്താം. എങ്കിലും സതീശൻ പ്രകടിപ്പിക്കുന്ന ഈ അസാമാന്യ പ്രതികരണ ശൈലി അത് പ്രതിപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തലയൊന്ന് നൂർത്താൻ പോലും കഴിയുന്നില്ല. അതിനു മുൻപേ സതീശൻ അടിച്ചിരുത്തും. VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലെത്തിയ അന്നു മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണിത്. പ്രതിപക്ഷത്ത് ഒരാളും VD സതീശന് നേർക്കുനേർ നിൽക്കാനില്ല. അസാധാരണമായ പ്രസംഗ വൈഭവം സതീശനുണ്ട് എന്ന് പ്രതിപക്ഷം പോലും ഇപ്പോൾ സമ്മതിക്കുന്നു. ബജറ്റിൽ ഒന്നുമില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ അടിച്ചിരുത്തി മുന്നേറുന്ന മുഖ്യമന്ത്രി. ബജറ്റ് സൂപ്പറാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ സതീശന് കഴിഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വൻ പദ്ധതികൾക്ക് പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും സതീശൻ ഉത്തരമുണ്ട്, ഞങ്ങൾ കണ്ടെത്തും. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് കസേരയിലിരുത്തിയതാണ്. ജനങ്ങൾക്കറിയാം ഞങ്ങൾ വേണ്ടത് ചെയ്യുമെന്ന്. ഇനി അധികം തൊള്ള തുറക്കാതെ പിണറായി വിജയൻ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാകാണ് DA കുടിശ്ശിക. സമയാസമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 1 ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ ഓണ പോക്കിലെ ബജറ്റിലെ അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാര് മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ?
പറയണതിനൊരു ഔചിത്യം വേണ്ട. അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണത്. കുടിശ്ശിക ഉണ്ടാക്കിയ ആൾ ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. In a place like Kerala, where traditionally, there is a huge opposition which will not allow them to do it. You need to get funds and revenue to the state the first 2 years of your government. How do you think this is possible? It's number two. You have also announced a senior welfare separate department. Only 10 crores. The stadium is getting 50 crores. Now, Perumbavoor, the furniture part is getting more than 10 crores. So, where you are setting up a completely new department? Why would it? I will tell you. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So, we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, by involving various agencies, many NGOs. We are planning for various projects. Local self-governments also will participate. We will start daycare centers. We will start the geriatric care and the health. Geriatric care is not going to start by the senior citizens department. It is by the health department. Geriatric care units in medical colleges, every places, and to make them constructive. We have many projects. We will bring it. Furniture park is a new idea. That's a corridor. There is a scope, new designs, new furnitures. Then we have to create, the government will facilitate to start new markets. And there is export possibility also. Cochin Port is very near to Alway. There is a scope, gold hub. We are the #1 consumers of gold in India. Out of 30% of the gold are consuming by Malayalis. But there is no mechanism to make the ornaments. It is coming from outside. So we are going to start a gold hub to promote the gold manufacturing, making the ornaments. That will create many jobs. That area will be. That is our style of functioning. Our approach is this. See, but opposition is criticizing that by reducing the tax of low alcoholic beverages, you will bring in more alcohol and liquor into the market, and youngsters will get hooked into it. The Pinarayi Vijayan made an allegation. അല്ലേ? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള കാറ്റഗറി ഉണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി വേണം. ആ കാറ്റഗറിയെ പ്രോത്സാഹിപ്പിക്കണം. സംസ്ഥാനത്ത് അവരുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്, ഞങ്ങളെടുത്ത തീരുമാനമല്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നത് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. 0.5% തൊട്ട്
20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരിത് പറഞ്ഞ മാത്രമേ ഉള്ളൂ, അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ആണ്, പർട്ടിക്കുലർ ടാക്സ് ആണ്. വീര്യം കൂടിയ മദ്യത്തിന്റെയും ബിയറിന്റെയും വൈനിന്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 വരെ ഉള്ളതിന് ഞങ്ങള് 120, അതുപോലെ 0.20 വരെ ഉള്ളതിന് 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് ഞങ്ങൾ 175% ഫിക്സ് ചെയ്തു. ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യാതെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് വരില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ പോളിസിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞങ്ങൾ ടാക്സ് ഇട്ടത് വീര്യം കുറഞ്ഞ മദ്യം എന്താണ് മദ്യ ലോബിയുമായിട്ടുള്ള ഏർപ്പാടാണ്. ഇത് തീരുമാനം എടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഐ വിൽ പ്രൊഡ്യൂസ്. അല്ലല്ല, കുറയ്ക്കാനല്ല, അവരൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തെ കേരളത്തിൽ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തെ എങ്ങനെ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അവരില്ല, അവരൊരു ടാക്സ് റേറ്റ് ഇട്ടില്ല. ആ ടാക്സ് റേറ്റ് ഇടാത്തതുകൊണ്ട് ഞങ്ങളൊരു ടാക്സ് റേറ്റ് ഇട്ട് അതിനുള്ള അധികാരം ഈ ഗവൺമെന്റിനുണ്ട്. ഒരു ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം ഇരുന്നിട്ട് ഒരു ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ അവരുടെ വർത്താനം. സദേൺ കേരള കോറിഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോർട്ട് റിലേറ്റഡ് ആയി, സ്പേസ് ഇക്കോണമി റിലേറ്റഡ് ആയി ഒക്കെയുള്ള സംവിധാനങ്ങളല്ല. കൊല്ലത്ത് ചെല്ലുമ്പോൾ അത് മിനറൽ കോറിഡോറും പോർട്ടും, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ പോർട്ടും ബ്ലൂ ഇക്കോണമി. ഇങ്ങനെ ഇതൊരു ഇക്കണോമിക് കോറിഡോറാണ്. കൂടുതൽ തൊഴിൽ സാധ്യതകളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് സദേൺ ഇക്കണോമിക് കോറിഡോർ ഈ 3 ജില്ലകളെ കേന്ദ്രീകരിച്ച്. അതോടൊപ്പം ടൂറിസം ഉണ്ടാവും. പറഞ്ഞല്ലോ, കരിമണൽ മിനറൽ അല്ലേ, മിനറൽ എല്ലാം ഉണ്ടാവും. അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇരുന്നിട്ട് ഇതൊന്നും പറ്റിയില്ല. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിക്കാതെ ഇലക്ഷൻ, ഓഫ് ദി ഇലക്ഷന്റെ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതികൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരി ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റു കഴിഞ്ഞിട്ട്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞങ്ങളത് പരിശോധിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയത്? ഇപ്പൊ ജീവനക്കാരോട് ഭയങ്കര സ്നേഹമാണല്ലോ. കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം ചെയ്തത് എന്താ? അവരുടെ കാലത്ത് പേ കമ്മീഷൻ നിയമിച്ച് പേ കമ്മീഷന്റെ ജോലി പൂർത്തിയാക്കി പേ കമ്മീഷന്റെ അവാർഡ് കൊടുത്ത് പേ കമ്മീഷൻ നടപ്പിലാക്കി. ഇല്ലേ? ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളെല്ലാം. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാ? ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. അവര് 6 മാസത്തേക്ക് സമയം കൊടുത്തു, അടുത്ത സർക്കാരിന്റെ തലയിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യത ഏറ്റെടുത്തില്ല. DA കുടിശ്ശിക വരുത്തി, DR കുടിശ്ശിക വരുത്തി, ലീവ് സറണ്ടർ അടിച്ചു മാറ്റി, മെഡിസപ്പ് പൊളിച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടിട്ട് എല്ലാത്തിന്റെ ഓരോ ഫയലും ഞാൻ തരും. ഞങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോക്കി ചെയ്തത് പോകുന്ന പോക്കില്ലേ. അല്ല, അതൊക്കെ ചെയ്യും. ഇതൊരു സ്പെഷ്യൽ സ്കീമാണ്. ആ സ്കീം പോലെയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ബജറ്റിൽ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച 1 ഡസൻ സ്കീമുകളാണ് ആരോഗ്യ മേഖലയിൽ ഇവിടെ നിർത്തിയത്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പാവങ്ങളുണ്ട്. അവർക്കൊരു ആരോഗ്യ കിരണം പദ്ധതി ഉണ്ടായിരുന്നു, ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു. എത്ര പദ്ധതികളാണ് തകർത്ത് അവസാനിപ്പിച്ചിട്ട് പോയത് ആരോഗ്യ മേഖലയിൽ. ടൈപ്പ് 1 ഡയബറ്റീസിന് കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു, ഇൻസുലിൻ. എന്നിട്ട് ഇപ്പൊ ഒരു വേറെ വില കുറഞ്ഞ ഇൻസുലിൻ മേടിച്ചു കൊടുത്തു. 1 പ്രാവശ്യം ഇൻസുലിൻ എടുക്കുന്നതിന് പകരം 3 പ്രാവശ്യം 4 പ്രാവശ്യം എടുക്കുന്ന ഒരു ഇഫക്റ്റും ഇല്ല. ഇവരുണ്ടാക്കി മേടിച്ചു വെച്ച മരുന്നാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്. ഒരു സഹായവും ചെയ്യാതെ ഒരു കാരുണ്യ ബലബല ഫണ്ട് ഞങ്ങൾ അത് നടപ്പാക്കണമെങ്കിൽ എത്ര കോടി രൂപ ഇനി കൊടുക്കണം?
കാരുണ്യ സ്കീമിൽ 1200 കോടി, വേറെ ബെനവലന്റ് സ്കീമിലും രണ്ടിലും കൂടി 2000 കോടിയോളം കൊടുക്കണം. ഇതൊക്കെ ബാധ്യത വരുത്തി വെച്ചിട്ട് പോയിരിക്കുകയാണ്. അത് എല്ലാം ബാധ്യതയാണ്, ഒന്നും ചെയ്തില്ല. ക്രൗഡ് ഫണ്ടുണ്ടായിട്ടൊന്നും ഇത് ചെയ്തില്ല. സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ പദ്ധതിയിലെ ആളുകൾക്ക് നിഷേധിക്കുകയാണ് ചികിത്സ. കാരണം സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഏകദേശം 700-750 കോടി രൂപ കൊടുക്കാണ്ട് ഒരു കടം വരുത്തി വെച്ചേക്കാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ പ്രസംഗം മാത്രമല്ല, ബജറ്റിന്റെ ഡോക്യുമെന്റ്, ബജറ്റിൻ ബ്രീഫ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട്. പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നരേഗ മാറ്റി VB റാംജി ആക്കിയതിനെ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്താനല്ല ബജറ്റ്, ഇത് കേരളത്തിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ബജറ്റാണ്. വരാനിരിക്കുന്ന കാലം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നീതി ആയോഗിന്റെ മീറ്റിംഗിൽ എല്ലാ മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത മീറ്റിംഗിൽ പോയി കേരളത്തിലുള്ള ഡെവല്യൂഷൻ കുറവാണ്, ഞങ്ങൾക്ക് തരണം, സംസ്ഥാനങ്ങളെ കുറച്ചുകൂടി നന്നായി നോക്കണം, കോപ്പറേറ്റീവ് ഫെഡറലിസം വേണം, ശക്തിയായിട്ട് വാദിച്ചല്ലോടെ പോയി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്തണം. ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ അയ്യോ ഇന്ന് കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്തിയില്ല. ഞാൻ പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിക്കുന്നില്ല.